ആസ്വദിച്ചുകൊണ്ട് വാസ്തവത്തിൽ ആ സമയത്ത് നമുക്ക് വന്ന് കണ്ടു. എങ്കിലും അതിന് ഔപചാരികമായ ഒരു പാലനം അത് ഇതിൽ 5-ാം തീയതി നടക്കുകയാണ്. അപ്പൊ സ്കൂളുകളിൽ നിന്നൊക്കെ അറിയുന്ന കോളേജുകളിൽ കണ്ടതാണ് 3 തരത്തില് പഴയ രീതിയിൽ നമ്മൾ സ്ഫുടം ചെയ്യാനുള്ള തെളിവും ചരക്കും ഉപയോഗിച്ച് സ്ഫുടം ചെയ്യാനുള്ള അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ചെറിയൊരു കിയോസ്ക് സ്റ്റോറിന് നിങ്ങൾ കണ്ടു. ആ സ്റ്റോറിൽ എല്ലാ ജാതി മതങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ലഭ്യമാണ്. അവിടെ കൊണ്ടുവന്ന് നമ്മൾ സംസ്കരിക്കുന്നവരിൽ മാത്രമല്ല, അല്ലാത്തവർക്കും ഒരു രാത്രിയിൽ വന്ന സാധനമാണ് ആ സ്റ്റോർ. ഇപ്പൊ 3 പേരെയാണ് നമ്മൾ ആ സ്റ്റോറിൽ 24 മണിക്കൂർ തുറന്നിരിക്കാൻ. അതിലൊരു ഫോണുണ്ടാവും, അതിനകത്ത് സാധനങ്ങൾ മെഴുകുതിരി മുതൽ കിഴക്ക് മുതൽ ചരാറോ എല്ലാ വേണ്ടത് നിങ്ങൾ ക്രിസ്ത്യനൊക്കെ അറിയാം, കുരിശുകളുടെ നിലവിൽ അത് വാടകയ്ക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റും. മുന്തിരിക്ക മുതൽ കപ്പൂരം മുതൽ ചന്ദനത്തിരി മുതൽ എല്ലാ സാധനങ്ങളും എല്ലാ തരത്തിലുള്ള സംസ്കാരങ്ങളിൽ കണ്ടുകൊണ്ട് നാനാജാതി മറ്റുള്ള രീതിയിലുള്ള അത്യാവശ്യം ഓടിച്ചെന്ന് വാങ്ങാൻ സൗകര്യമുള്ള രീതിയിൽ അതിന്റെ മൂലയ്ക്ക് വേണ്ടി നിങ്ങൾ പൂക്കൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ എത്ര പോകുന്നത് നമുക്കറിയില്ല. എങ്കിലും രാത്രി ഒരു നേരം ഒരു 2 കുറച്ച് പൂക്കളെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ വേറെ ആലോചിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ഈ കുറേയേറെ വീട്ടുകാർക്ക് കണ്ടുകാണ് പ്രിയപ്പെട്ട എത്തി പോയ സമയത്ത് അത്രമാത്രം പൂക്കൾ മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിലൊരു ബയോ കമ്പോസ്റ്റിംഗ് വഴി നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. അതിന്റെ കൂടെ കുറേ സാധനങ്ങൾ വരുമ്പോൾ അപ്പൊ ആ തരത്തിൽ നമുക്ക് നമ്മുടെ ആൾക്കാർ നമ്മുടെ കോഴിക്കോട്ടുകാർ പൂക്കൾ കൊണ്ട് മാത്രം അതിന്റെ കടലാസായിരുന്നു വേറെ കുറെ പ്ലാസ്റ്റിക് സാധനങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് അത് മനസ്സിലാക്കാനാണ് പങ്കുവയ്ക്കാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വിപണനം ചെയ്യുന്ന പ്രത്യേകം സ്റ്റോർ, ഓഫീസ്, ക്രെമിറ്റോറിയം ഹാൾ, ലേഡീസ് ടോയ്ലറ്റ്, ജെൻസ് ടോയ്ലറ്റ്, ജനറേറ്റർ, ഗാർഡൻ, പെയിന്റിംഗ് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പൂർണ്ണമായി എല്ലാ പണികളും കഴിഞ്ഞിരിക്കുകയാണ് ക്രെമിറ്റോറിയത്തിൻ്റെ. ഇങ്ങനെയാണ് കൂടാതെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്രെമിറ്റോറിയം പ്രവർത്തിപ്പിക്കുന്നതിനായിട്ട് അത് നമ്മളോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിളിക്കാനുള്ള സൗകര്യമുണ്ട്. അതാണ് ട്രഡീഷണൽ ചൂള. രണ്ട് ഗേറ്റുകളുണ്ട്.